തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ കോൺഗ്രസ് മുസ്ലിം ലീഗ് ചർച്ച. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.എം.എ. സലാം എന്നിവരുമായി എറണാകുളം ആലുവയിൽ കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ലാൽകൃഷ്ണൻ ചേരുന്നു. ലാൽ, നമ്മൾ നേരത്തെ ടോബി പറയുന്നത് പോലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായുള്ള സീറ്റ് പ്രശ്നം പോലെ എന്തായാലും കോൺഗ്രസും ലീഗും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അത് ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയൊക്കെ ചെയ്ത് സീറ്റ് നിർണ്ണയമൊക്കെ പൂർത്തിയാക്കി. ഏതാണ്ട് ലീഗിന്റെയും അവരുടെ എല്ലാ സീറ്റിലും അവർ സ്ഥാനാർത്ഥികൾ ഇതിനോടകം ഫൈനലൈസ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചർച്ച തീയതി പ്രഖ്യാപനത്തിന് ശേഷം മുന്നണി എന്നുള്ള നിലയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതൊക്കെ ആവില്ലേ ലാൽ? അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഒറ്റക്കെട്ടാണ് എന്ന് പറയുമ്പോഴും യു ഡി എഫിനകത്ത് അസ്വാരസ്യങ്ങൾ വളരെയധികമുണ്ട്. അത് ജോസഫ് വിഭാഗത്തിന് മാത്രമല്ല, സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗിനും വലിയ രീതിയിലുള്ള അസ്വസ്ഥതയുണ്ട്. പ്രധാനമായിട്ടും കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ചില സീറ്റ് വച്ചുമാറലുകളുണ്ട്. അത് ഈ ചടയമംഗലം പുനലൂർ സീറ്റാണെങ്കിലും കോങ്ങാട് സീറ്റാണെങ്കിലും ഈ സീറ്റുകൾക്കെല്ലാം അപ്പുറം തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് പ്രധാനമായിട്ടും നിലനിന്നിരുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് തിരുവമ്പാടി സീറ്റിന് പകരം പട്ടാമ്പി സീറ്റ് എന്നുള്ളതായിരുന്നു. ലീഗിൻ്റെ ആവശ്യം പട്ടാമ്പി സീറ്റ് തരണം, അങ്ങനെയാണെങ്കിൽ തിരുവമ്പാടി സീറ്റ് തരാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ തിരുവമ്പാടി സീറ്റ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആ ഏറ്റെടുക്കലിന് വഴങ്ങണ്ട എന്നുള്ളതാണ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം. ആ വിഷയം കൂടുതൽ ശക്തമായി തന്നെ മുന്നണിയിൽ നിൽക്കുന്നുണ്ട്. ഇലക്ഷൻ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ലീഗുമായിട്ടുണ്ടാകുന്ന ഒരു അസ്വാരസ്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഇലക്ഷൻ്റെ പല ഘട്ടങ്ങളിലും ഉണ്ടാക്കാനുള്ളതാണ്. മാത്രമല്ല, കോൺഗ്രസിന് പരിഹരിക്കാൻ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ആവശ്യത്തിലേറെയുണ്ട്. അതിനിടയിലാണ് മുന്നണികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഉടലെടുത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നപരിഹാരം എന്നുള്ളതിന് ആത്യന്തികമായി ഇന്ന് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ലീഗുമായി സംസാരിച്ച് സമവായത്തിലെത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആലുവയിലെത്തി ലീഗ് നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. മറ്റു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ലീഗ് നേതാക്കൾ എത്തിയെങ്കിലും ഈ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം എത്തിക്കുക എന്നുള്ളതാണ്. കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അധികം വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചരണ രംഗത്ത് സജീവമാവുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നയങ്ങളിലൊന്ന്. അതിനു മുമ്പ് തന്നെ ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇന്ന് തന്നെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, ലീഗുമായിട്ടുള്ള സീറ്റിന്റെ പ്രശ്നം അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ തീർക്കും എന്നുള്ള കാര്യമാണ്. എന്തായാലും പക്ഷേ ആ കാര്യം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.